കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി-വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ പരിശുദ്ധാത്മാവ് നൽകിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞുപോയ മണിക്കൂറുകളിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ സ്വർഗം നമുക്ക് അവസരങ്ങൾ നൽകി. ഒത്തിരി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വെല്ലുവിളികളുമൊക്കെ നമുക്ക് നേർക്ക് നേരെ വന്നപ്പോൾ അവയിലൊന്നും തകർന്നു പോകാൻ അനുവദിക്കാതെ നമ്മെ ഭദ്രമായി സൂക്ഷിച്ച നടത്തിയ ദൈവത്തിൻ്റെ കരുതലിനും ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കും 1000 നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളുടെ കുടുംബത്തെ വർദ്ധിപ്പിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ദൈവത്താൽ സംരക്ഷിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ഇന്നത്തെ ഈ സാഹചര്യത്തിന് വ്യത്യാസം ദൈവം വരുത്തും. മക്കളെ ഓർത്ത് ഭാരപ്പെടുകയാണോ? ഭർത്താവിൻ്റെ മദ്യപാനത്തെയും കുടുംബത്തിനകത്തില്ലാത്ത സമാധാനക്കേടും നിങ്ങളുടെ ജീവിതത്തിൽ അലതല്ലിക്കൊണ്ടിരിക്കുന്നത് നിമിത്തം നിങ്ങൾ ഭാരപ്പെടുകയാണോ? യേശുവിൻ്റെ മക്കളെ, നിങ്ങളൊരിക്കലും തകർന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ വീട് അനുഗ്രഹിക്കപ്പെടും. ആ വീട് ദൈവത്താൽ മാനിക്കപ്പെടും. ഒരാൾ മതി, പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടാകണം. നമ്മുടെയൊക്കെ വീടുകൾ നിൽക്കുന്നത്, നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ അനുഗ്രഹമായി പോകുന്നത് ആരോ ഒരാൾ നമുക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്നതുകൊണ്ട്. എനിക്കറിയാം, കർത്താവിൻ്റെ കൃപയാണ് നമ്മെ നിലനിർത്തുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, സഭ, ദൈവദാസന്മാർ നമുക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് പ്രിയരെ ഈ ചുട്ടുകിടക്കുന്ന മണലാരുണ്യത്തിൽ തളർന്നു പോകാതെ തല ഉയർത്തി നിൽക്കുന്നത്. ദൈവം നിങ്ങളെ ആദരിക്കും. ദൈവം നിങ്ങളുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തും. ഇന്നത്തെ പ്രവചന ശബ്ദം ഞാൻ ആത്മാവിൽ പറയുകയാണ്. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ഒരത്ഭുതം നടക്കും. നിങ്ങളുടെ തലമുറയിൽ ഒരത്ഭുതം നടക്കും. നിങ്ങളുടെ വീടിനകത്ത് അസാധാരണമായ ദൈവത്തിൻ്റെ മഹത്വം പുക പോലെ വന്ന് നിറയും. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പുതിയ വാതിലുകൾ, വഴികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. കാരണം എൻ്റെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. നമുക്ക് പലപ്പോഴും അസാധ്യമെന്ന് തോന്നുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ അത് അസാധ്യമല്ല പ്രിയരെ. ഒരു വലിയ ചെങ്കടൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കടലെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇക്കരെ നിന്നാൽ നമ്മൾ എത്തിക്കുത്തി നോക്കിയാൽ അക്കരെ കാണാൻ പറ്റാതെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ അനന്തമായി കിടക്കുന്ന വെള്ളക്കെട്ടിനെയാണ് കടലെന്ന് പറയുന്നത്. ആ കടലിനെ ഒരു വടി കൊണ്ട് മോശ അടിച്ചപ്പോൾ, ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ മുമ്പിൽ മോശ വിധേയപ്പെട്ടപ്പോൾ, കയ്യിലിരുന്ന വടി ആ വെള്ളത്തിൽ അടിച്ചപ്പോൾ ഒരു 6 അടി പാത, ഞാനങ്ങനെ അങ്ങ് പറയുക, അത് കിലോമീറ്ററോളം നീളമുള്ള പാത ദൈവം തുറന്നു. ഇസ്രായേൽ മക്കൾ, കുഞ്ഞുകുട്ടികൾ, ആവാലവൃദ്ധം അക്കരെ പോകാൻ സിമ്പിളായിട്ട് ഇടിയും തിരക്കും ഒന്നുമില്ലാതെ വിശാലമായി അക്കരെ കയറാൻ പറ്റിയ ചെങ്കൽ പാത, ഉണങ്ങിയ നിലം, മൃഗസമ്പത്തുകൾ ഒക്കെ അക്കരെ കയറാൻ ഒന്നോർത്ത് നോക്കി. ദൈവം വഴികൾ തുറന്നു കൊടുത്തു. എവിടെയാ? മരുഭൂമിയിലല്ല, ചെങ്കടലിനകത്ത്. ഇന്ന് രാവിലെ നിങ്ങൾ വിശ്വസിക്കുക, ഇസ്രായേൽ മക്കളെ ചെങ്കടൽ വെട്ടി തുറന്ന് അക്കരെ കടത്തിയ ദൈവമെങ്കിൽ നിങ്ങൾക്കു വേണ്ടി പുതുവഴി തുറന്ന് നിങ്ങളെ ആദരിക്കാൻ, മാനിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവം നിങ്ങളെ കൈവിടുകയില്ല. നിങ്ങൾക്ക് വേണ്ടി പുതിയ വാതിലുകൾ ദൈവം തുറക്കും. മുമ്പിൽ ചെങ്കടലായിരിക്കാം,
മുങ്ങിപ്പോകുമെന്നൊരു ചിന്ത, തോന്നൽ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കാം. ഈ ദേശത്ത്, ഈ രാജ്യത്ത്, ഈ കമ്പനിയിൽ, ഈ ജോലി ഞാൻ മുങ്ങിപ്പോകും, ഞാൻ കരകയറത്തില്ല, എന്നെ ആരും കരയ്ക്ക് കയറ്റത്തില്ല, ഞാൻ ഇവിടെ കിടന്ന് നശിക്കുകയുള്ളൂ, ഇവിടെ കിടന്ന് മരിക്കുകയുള്ളൂ, എൻ്റെ ജീവിതം തീർന്നു, എൻ്റെ കുടുംബജീവിതം അവസാനിച്ചു, ഈ ഭർത്താവുമായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഈ ഭാര്യയുമായിട്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ തകർന്നു എന്ന് പറയുന്ന മേഖലകൾക്കകത്ത് ദൈവത്തിൻ്റെ നീതിയുടെ കരം നിങ്ങൾക്കു വേണ്ടി വെളിപ്പെട്ട് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പുതിയ ചില വഴികൾ, വാതിലുകൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന പകലാണ് ഇന്ന് പകൽ. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്കൊരു വാക്യം തരാം. കർത്താവിനോട് പറഞ്ഞ ഒരു വാക്യം എബ്രായ ലേഖനത്തിൽ നിന്ന് 13-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ നടപ്പ് ദിവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ. ലേഖകൻ പറയുകയാണ്, നിങ്ങളുടെ നടപ്പ് ദിവ്യാഗ്രഹം ഇല്ലാത്തത് ആയിരിക്കട്ടെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഉള്ളത്, നമ്മുടെ ജീവിതത്തിൽ എന്താണോ ഉള്ളത് അതുമായി എന്ത് ചെയ്യുക? തൃപ്തിപ്പെടുക. ആവേശം കാണിക്കരുത്, അത്യാഗ്രഹം കാണിക്കരുത്, ദിവ്യാഗ്രഹം കാണിക്കരുത്. അത് സകലവിധ ദോഷത്തിനും കാരണമാകും എന്നാണ് പറയുന്നത്. നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നമ്മൾ പഠിക്കണം. മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ ജീവിക്കാനല്ല നമ്മൾ. തൊട്ടടുത്ത വീട്ടിലെ ഒരാൾ ഒരു കാറ് വാങ്ങിയതുകൊണ്ടോ ഒരു വീട് പണിതതുകൊണ്ടോ ഞാനും അങ്ങനെ ആകണം എന്ന് പറഞ്ഞ് ത്രാണിയില്ലാത്ത, നിവൃത്തിയില്ലാത്ത നീ എടുത്തു ചാടരുത്. മറ്റൊരാൾ ഏതെങ്കിലും നിലയിൽ പോയി എന്ന് കണ്ട് അതേപോലെ പോകുവാൻ നീയും തയ്യാറാകരുത്. നമുക്കെന്തുണ്ട് എന്ന്, നമുക്ക് എത്രമാത്രം ആസ്തി, കഴിവ്, സാമ്പത്തികം, വരവ് ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കണം. ഇന്ന് രാവിലെ ചിലരോട് ഞാൻ പരിശുദ്ധാത്മാവി പറയുകയാണ്, എടുത്തു ചാടി ഒന്നും ചെയ്യല്ലേ, എടുത്തു ചാടി വീട് പണിയല്ലേ, എടുത്തു ചാടി വാഹനം വാങ്ങിക്കല്ലേ, എടുത്തു ചാടി പിള്ളേരെ കെട്ടിക്കല്ലേ, എടുത്തു ചാടി ലോൺ എടുക്കല്ലേ, എടുത്തു ചാടിയെ ഒരു ആപത്തിലും നിങ്ങൾ ചെന്ന് വീടല്ലേ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ വീട് ആവശ്യമാ, മക്കളുടെ വിവാഹം ആവശ്യമാ, ഒരു കാറോ ആവശ്യമാ, എല്ലാം ശരിയാണ്. പക്ഷേ മറ്റൊരാൾ ചെയ്യുന്നത് കണ്ട് എന്നാൽ ഞാനും കുറയണ്ട, എൻ്റെ മക്കളും കുറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തെന്ത് ചെയ്യരുത്? ചാടരുത്. നമ്മുടെ ആസ്തിക്കൊത്തവണ്ണം, നമ്മുടെ കഴിവിനൊത്തവണ്ണം നമ്മൾ വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ നമ്മൾ നോക്കണം. ഇവിടെ ലേഖകൻ എബ്രായ ലേഖനത്തിൽ പറയുകയാണ്, നിങ്ങളുടെ നടപ്പ്, നമ്മളുടെ നടപ്പ് ദിവ്യാഗ്രഹമില്ലാത്തതായിരിക്കണം. ദിവ്യാഗ്രഹമുള്ളത് വലിയ ദോഷമാണ്. ഇന്ന് അനേകരും കടം കയറി ജീവിതത്തിൽ നാശം വിതയ്ക്കുന്നതിൻ്റെ അർത്ഥം അവർ അമിതമായി പണത്തെ മോഹിക്കുന്നത് കൊണ്ടും ചെലവാക്കുന്നത് കൊണ്ടും ദിവ്യാഗ്രഹം ഉണ്ടാകുന്നത് കൊണ്ടുമാണ്. എങ്ങനെയും മറ്റുള്ളവരെക്കാൾ സമ്പന്നരാകണം, കോടീശ്വരന്മാരാകണം, ലക്ഷപ്രഭുവാകണം, നാലാടെ മുമ്പിൽ ഒന്ന് ചമഞ്ഞ് നടക്കണം. ഇതൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നം നിങ്ങൾ തന്നെ വരുത്തി വെച്ചതാണോ എന്ന് നിങ്ങളോട് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എടുക്കാൻ പറ്റാത്ത, എടുത്താൽ പൊങ്ങാത്ത കടഭാരം നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ എങ്ങനെ ആ കടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എടുത്തു ചാടി ചെയ്തതാണോ, ആവേശത്തിൻ്റെ പുറത്ത് ചെയ്തതാണോ എന്ന് ചിന്തിച്ചു നോക്കിക്കേ. ദിവ്യാഗ്രഹത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ട് പരാജയം സംഭവിച്ചൊരു വ്യക്തിയാണോ നിങ്ങൾ? ഇന്ന് രാവിലെ സ്നേഹത്തിൻ്റെ ആത്മാവിൽ ചിലരോട് പറയുകയാണ്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ നാം പഠിക്കണം. ദൈവം നമുക്ക് വേണ്ടി എല്ലാം ചന്തമായി, ഉചിതമായി ചെയ്യും. ദൈവം നമുക്ക് സമ്പത്ത് തരും, ദൈവം നമുക്ക് ആരോഗ്യം തരും, ദൈവം നമുക്ക് പണം തരും, ദൈവം നമുക്ക് മക്കളെ തരും, ദൈവം നമുക്ക് വീടും വാഹനവും എല്ലാം ദൈവം തരും. പക്ഷെ ദൈവത്താലാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നാശത്തിൽ ചെന്ന് വീഴുകയില്ല, കുരുക്കിൽ ചെന്ന് വീഴുകയില്ല,
തകർച്ചയ്ക്കകത്ത് നിങ്ങൾ അകപ്പെടുകയില്ല, ദൈവത്താലാണെങ്കിൽ. അതുകൊണ്ട് ദൈവമക്കളോട് പറയുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. എന്നിട്ട് അവിടെ വായിക്കുകയാണ്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇന്ന് രാവിലെ ദൈവാത്മാവ് ചിലരെ നോക്കി പറയുക, കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. കൈവിടാതെ ഉപേക്ഷിക്കാതെ നമ്മെ ഭദ്രമായി സൂക്ഷിക്കുന്ന ഒരു നല്ല കർത്താവിൻ്റെ അടുക്കലാണ് നാം എത്തപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ആത്മാവിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ നാളെ ഓർത്ത് ഭാരപ്പെടേണ്ട. നിങ്ങൾ എങ്ങനെയാകുമെന്നുള്ള ചിന്ത നിങ്ങളെ ഭരിക്കേണ്ട. മക്കളുടെ കാര്യം എന്താകും, പ്രായം ഇത്രയായി, ജോലി എന്തായി, എങ്ങനെ ഉള്ള ഒരു ചിന്ത നിങ്ങളെ അലട്ടാനിടവരാതെ ഉള്ളത് തൃപ്തിയായി നിങ്ങൾ ജീവിക്കുമ്പോൾ ഇവിടെ വായിക്കുകയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും എന്തു ചെയ്യില്ല, കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഈ രാവിലെ ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുകയാ, നിങ്ങളെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്, നിങ്ങളെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട്. വേദപുസ്തകത്തിൽ ആവർത്തന പുസ്തകം 31 അധ്യായം 6 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ബലവും ധൈര്യമുള്ളവരായിരിപ്പിൻ. എങ്ങനെ ഇരിക്കണം? ബലവും ധൈര്യവും ഉള്ളവരായിരിപ്പിൻ. അടുത്തത്, അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ പോരുന്നു, അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നോക്കൂ, എബ്രായ ലേഖനത്തിൽ 13 അധ്യായം 5 വാക്യത്തിൽ ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് നേരെ വന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇസ്രായേൽ മക്കളോട് ആവർത്തന പുസ്തകത്തിൽ പറയുകയാണ്, ശത്രുവിനെ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, പേടിക്കരുത്, ഭയക്കരുത്. കാരണം എന്താണെന്നറിയാമോ? പേടിക്കരുത്, ഭയക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ധൈര്യമുള്ളൊരയിരിപ്പിൻ. എന്താ കാര്യം? അപ്പോൾ യഹോവ അവിടെ പറയുകയാണ്, നിങ്ങൾ ഒന്നാമത് നിങ്ങൾ എന്ത് ചെയ്യണം? ധൈര്യമുള്ളവരായിരിക്കണം. 2, പേടിക്കാത്തവരായിരിക്കണം. 3, ഭ്രമിക്കാത്തവരായിരിക്കണം. കാരണം നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ ഉണ്ടല്ലോ. ഇന്ന് രാവിലെ ചില പ്രിയപ്പെട്ടവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്, യഹോവ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നേ. സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കൂടെ പോരുന്നെങ്കിൽ അവൻ നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. എൻ്റെ പ്രിയ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, കുഞ്ഞെ, ഇന്ന് രാവിലെ കർത്താവ് നിങ്ങളുടെ കൂടെ പോരുന്നെങ്കിൽ നിങ്ങൾ പിന്നെ ഭാരപ്പെടേണ്ട കാര്യമില്ല. നാളെ എന്താകുമെന്ന ചിന്ത നിങ്ങൾക്ക് ആവശ്യമില്ല. കർത്താവ് നിങ്ങളുടെ കൂടെ പോരുന്നെങ്കിൽ. ഇവിടെ 31 അധ്യായം ആവർത്തന പുസ്തകം 6 വാക്യത്തിൽ പറയുക, യഹോവ നിങ്ങളുടെ കൂടെ പോരുന്നല്ലോ. നിങ്ങളുടെ കൂടെ കർത്താവ് ഇറങ്ങി നിൽക്കുമ്പോൾ, നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നടക്കുന്ന, നിങ്ങൾ ചലിക്കുന്നിടത്ത് കൂടെ ചലിക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഇനി നിങ്ങൾ അധൈര്യപ്പെടരുത്, നിങ്ങൾ ഭയക്കരുത്, നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, നിങ്ങൾ ഭ്രമിക്കരുത്. നിങ്ങളുടെ ഭാവി ഓർത്ത് നിങ്ങൾ ഭ്രമിക്കരുത്, നിങ്ങൾ വ്യാകുലരാകരുത്. യഹോവ നിങ്ങളുടെ കൂടെ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളെ കൈവിടാത്ത, നിങ്ങളെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇന്ന് രാവിലെ അതിനെ ഒന്ന് വിശ്വസിക്കും പ്രിയരെ. കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്, ആ ദൈവം എന്നെ കൈവിടത്തില്ല എന്ന് ഉറപ്പുള്ള പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞൊരു ഭാഗം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. മത്തായിയുടെ സുവിശേഷം 28 അധ്യായത്തിൽ 20 വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ കൽപ്പിക്കുന്നതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിക്ഷരാക്കിക്കൊള്ളുകയും. യേശു കർത്താവ് പറയുകയാണ്, സകല ജാതികളെ നിങ്ങൾ എന്ത് ചെയ്യണം? ശിക്ഷരാക്കിക്കൊള്ളുകയും. അടുത്തതാണ് കർത്താവ് പറഞ്ഞത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. അപ്പൊ കർത്താവ് എപ്പോഴാണ് നമ്മുടെ കൂടെ ഉള്ളത്? നമുക്ക് സുഖകാര്യങ്ങൾ വരുമ്പോൾ, നല്ല കാലം വരുമ്പോഴാണ് നമ്മുടെ കർത്താവ് കൂടെയുള്ളത്? അല്ല. നമുക്കെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണോ കർത്താവ് കൂടെയുള്ളത്? അല്ല. വചനത്തിൽ വായിക്കുകയാണ്, കർത്താവ് യഹോവയായ ദൈവം നിങ്ങളുടെ കൂടെ പോരുന്നു.
പോരുന്നു. ആ വാക്ക് ശ്രദ്ധിക്കുക. ആ പോരുന്ന ദൈവം, എൻ്റെ കൂടെ പോരുന്ന ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല, എന്നെ കൈവിടുകയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുകയാണ്, ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. അപ്പോൾ നോക്കുക, ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. വിശ്വസിക്കാമോ? ഈ ലോകം അവസാനിക്കുന്നിടം വരെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ വ്യാകുലപ്പെടേണ്ട, ഉള്ളതുകൊണ്ട് തൃപ്തരാകുക. ഈ ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവം നിങ്ങളുടെ ജീവിതായുസ് മുഴുവനും, ഹല്ലേലൂയ, നിങ്ങൾ പ്രാണൻ പോകുന്ന സമയം വരെ ഈ ലോകത്തിൽ നിങ്ങളുടെ കൂടെ എൻ്റെ കർത്താവ് ഉണ്ട്. ആ കർത്താവ് പറയുക, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഇന്ന് രാവിലെ ചിലരോട് ഞാൻ പ്രവചനാത്മാവിൽ ദൂത് പറയട്ടെ. എല്ലാം തകർന്ന്, ജീവിതം തകർന്ന്, തലമുറയുടെ വിഷയത്തിൽ തകർന്ന്, കുടുംബജീവിതത്തിൽ തകർന്ന്, എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് അറിയാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെപ്പോലെ ഇന്ന് രാവിലെ തകർന്നു നിൽക്കുന്ന, നിരാശപ്പെട്ട് നിൽക്കുന്ന, നാളെ ഓർത്ത് കലങ്ങി നിൽക്കുന്ന ചില പ്രിയപ്പെട്ടവരോട് കർത്താവ് പറയുകയാ, ഞാൻ നിങ്ങളുടെ കൂടെ പോരുകയാണ്. ഇന്ന് രാവിലെ വിശ്വസിക്കാമോ? കർത്താവ് നിങ്ങളുടെ കൂടെ പോരും. ആരും നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ, ചിലർ പറയാറുണ്ട്, എൻ്റെ വീട്ടുകാരെന്നെ നോക്കുന്നില്ല, എൻ്റെ പെറ്റതള്ള പോലും എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ ചെന്ന് കയറിയ എൻ്റെ ഭർത്തൃഭവനം പോലും എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ ഭാര്യ എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ ജനിപ്പിച്ച എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ മനസ്സിലാക്കുന്നില്ല, എനിക്ക് ജന്മം തന്ന എൻ്റെ പപ്പ, എൻ്റെ ഡാഡി, എൻ്റെ മമ്മി എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. കഴിഞ്ഞ ദിവസവും ഒരു സഹോദരൻ പ്രാർത്ഥിക്കാൻ വേണ്ടി വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞതാണ്, ബ്രദറെ, ഞാൻ ഒറ്റയ്ക്കാണ്, എൻ്റെ സഹോദരങ്ങൾ എൻ്റെ വീട്ടിൽ വരാറില്ല, എൻ്റെ ചേച്ചിമാരുണ്ട്, അവരാരും എന്നെ വിളിക്കാറില്ല, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, എൻ്റെ കുഞ്ഞും ഞാനും കഷ്ടപ്പെട്ട് ജീവിക്കുക, നാളെ എങ്ങനെ ആയിത്തീരുമെന്ന് അറിയത്തില്ല, കുഞ്ഞിൻ്റെ ഭാവി എന്താകും അറിയില്ല, എൻ്റെ സഹോദരങ്ങളൊക്കെ എന്നെ ഉപേക്ഷിച്ചു. എന്നാൽ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ്, സഹോദരി, സഹോദര, നിങ്ങളോട് പറയുകയാ, അവൻ നിന്റെ കൂടെ പോരുകയാണ്. അവൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, അവൻ നിന്നെ ചേർത്ത് വയ്ക്കും. ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞത് ഇന്നോ നാളെയോ ഉള്ള കാര്യമല്ല. ലോകം അവസാനിക്കുന്നിടം വരെ നോക്കുക, ഒരു നാളും നിന്നെ കൈവിടാതെ ചേർത്ത് വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഭാരപ്പെടല്ലേ കേട്ടോ. ഭാരം വരുന്ന, നിരാശ വരുന്ന, കഷ്ടത വരുന്ന, കണ്ണുനീര് വരുന്ന ഒത്തിരി ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നെന്നിരിക്കാം, ഒത്തിരി ഭാരങ്ങൾ നിങ്ങളെ അലട്ടിയെന്നിരിക്കാം. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, നിങ്ങൾ കലങ്ങരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുക, എൻ്റെ പിതാവിൽ നിങ്ങൾ വിശ്വസിക്കുക, അവിടെ അനേക വാസസ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. നോക്കിക്കേ, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല കർത്താവ്. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടോട് ഞാൻ പറയാം, കർത്താവ് നിങ്ങളുടെ കൂടെ വരും. നിങ്ങളുടെ സ്ഥലത്ത് കർത്താവ് ഇറങ്ങി വരും. നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കും. ഒരുപക്ഷെ ആശുപത്രിയിലായിരിക്കാം, കിടക്കയിലായിരിക്കാം, ഒരുപക്ഷെ സ്വന്തം ഭവനത്തിൽ കിടക്കയിലായിരിക്കാം, ജോലി സ്ഥലത്തായിരിക്കാം, ചിലപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം, ചിലപ്പോൾ കിച്ചണിൽ നിങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഹൃദയം കലങ്ങി, നാളെ ഓർത്ത് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തി ജീവിതമായിരിക്കും നിങ്ങൾ ഇന്ന് പകൽ. എന്നാൽ ദൈവാത്മാ പറയുന്നു, ഭാരപ്പെടേണ്ട, ലോകം അവസാനിക്കുന്നിടം വരെ, ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുള്ള കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. വിശ്വസിക്കാമോ? കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇന്ന് രാവിലെ റെന്നി പാസ്റ്ററിൻ്റെ വാക്കല്ല നിങ്ങൾ കേട്ടെ, കർത്താവ് നിങ്ങളോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ കൈവിടുകയില്ലെന്ന്, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ലെന്ന് കർത്താവ് നിങ്ങളോട് പറയുകയാണ്. ആ ദൈവശബ്ദം നിങ്ങളുടെ കാതിലൊന്ന് കയറട്ടെ. ദൈവശബ്ദം കാതിൽ വരുമ്പോൾ നിങ്ങളിൽ അറിയാത്ത ഒരു എനർജി ഉണ്ടാകുകയാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയാണ്, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയാണ്, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഒരു നാൾ നിങ്ങൾ ക്ഷീണിച്ചു പോകാൻ ഈ കർത്താവ് അനുവദിക്കുകയില്ല. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
എൻ്റെ കൂടെ ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? കർത്താവ് നിങ്ങളോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഭാരപ്പെടേണ്ട. കർത്താവിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ ആ മഹത്വം, ആ സാന്നിധ്യം ഇന്ന് നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഞെരുക്കങ്ങൾ കർത്താവ് മാറ്റുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരിന് ദൈവം വ്യത്യാസം വരുത്തുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്കൊരു ഭാവി കർത്താവ് ഒരുക്കുകയാണ്. നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. ദൈവം നിങ്ങളോട് ഇന്ന് പകൽ പറയുകയാണ്, നിങ്ങൾ അനാഥരല്ല, നിങ്ങൾ ഒറ്റപ്പെട്ടവരല്ല, നിങ്ങളുടെ കൂടെ കർത്താവുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളോട് പറഞ്ഞ ആ വലിയ ശബ്ദത്തിനായി സ്തോത്രം. ഒരു നാൾ ഞങ്ങൾ തകർന്നു പോകരുത്. ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ലോകത്തിലെ എല്ലാ ധനത്തെക്കാളും നല്ലത് ഞങ്ങളുടെ കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ക്ഷീണിച്ചു പോകില്ല. ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ആ സാന്നിധ്യം ആ സാഹചര്യങ്ങളിലും തൃപ്തരായി അനുഗ്രഹത്തോടെ ജീവിക്കേണ്ടതിന്, ഞങ്ങൾ ദൈവത്താൽ സുരക്ഷിതരായി ജീവിക്കേണ്ടതിന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും ഞങ്ങളെ ഉപേക്ഷിക്കാത്ത, ഒരിക്കലും ഞങ്ങളെ തകർത്ത് കളയാത്ത, ഞങ്ങളെ കൈവിടാത്ത ആ നിത്യസ്നേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ സമ്പൂർണമായി ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഉപേക്ഷിക്കില്ലെന്നും ഞങ്ങളെ കൈവിടില്ലെന്നും ലോക അവസാനത്തോളം ഞങ്ങളെ കാത്തു സൂക്ഷിക്കുമെന്ന് പറഞ്ഞ ദൈവമേ, ഈ മക്കളെ ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സൂക്ഷിക്കണം, ഞങ്ങളെ ബലപ്പെടുത്തണം, ഞങ്ങളെ ശക്തീകരിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ധൈര്യമായിട്ടിരിക്കൂ. കർത്താവ് നിങ്ങളെ ഉപേക്ഷിക്കില്ല. ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല. നാൾ തോറും നിങ്ങളെ വഹിക്കും, അനുഗ്രഹിക്കും. നിങ്ങൾ ഉയർച്ച പ്രാപിക്കും. ഈ വചനത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ, ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ. എല്ലാ ബുധനാഴ്ചയും പകൽ 11 മണി മുതൽ 1:30 വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ 10 മണി മുതൽ 12:30 വരെയും വിടുതലിൻ ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു. പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൽ ഒരു വിടുതൽ കിട്ടാൻ കഴിയാതെ എവിടെയോ ആത്മനിറവിലുള്ള ആരാധന, പ്രവചന നിറവിലുള്ള ശുശ്രൂഷ, ആഴമായ ദൈവവചനം. യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഓരോ ദിവസവും ഗ്രേസ് ടിവിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.